അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഐഫക്കുട്ടിനെ മദ്രസക്ക് കൊണ്ടാക്കാൻ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഓൾ മദ്രസക്ക് പോണ സമയത്ത് ഒരു തിരക്കേക്കാരം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് ഇപ്പോൾ വീഡിയോ എടുക്കാത്തത്. ഓളെ മദ്രസക്ക് പറഞ്ഞയക്കണതൊന്നും വീഡിയോയിൽ അധികം ഇപ്പോൾ കാണിക്കലില്ല കേട്ടോ. ആദ്യമൊക്കെ ഓളെ മദ്രസക്ക് പറഞ്ഞയക്കണതും ഓൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ട്. ഇപ്പോൾ റിച്ചുമോനാണ് കേട്ടോ ഓളെ രാവിലെ മദ്രസക്ക് കൊണ്ടാക്കുന്ന ആൾ. അപ്പോൾ നല്ല തണുപ്പാണല്ലോ, ഇപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോകണ്ട, ഞാൻ പോയിക്കൊണ്ടെന്ന് പറഞ്ഞാണ്ട് ഞാൻ ഓളെ കൊണ്ടാക്കി വന്നതാണ് കേട്ടോ. ഓൻ്റെ ചുമയൊക്കെ എപ്പോഴും മാറിയിട്ടുള്ളൂ. പിന്നെ മഞ്ഞൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇനി ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പേടിയാണ് കേട്ടോ എനിക്ക്. അത് മാറാൻ കുറേ ടൈം എടുത്തിക്കണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇനി മഞ്ഞൊക്കെ തട്ടിയാൽ പിന്നെ വീണ്ടും ചുമയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് പോകണ്ട, ഞാൻ പോയിക്കൊണ്ടെന്ന് പറഞ്ഞാണ്ട് ഞാൻ കൊണ്ടാക്കി വന്നു. പിന്നെ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുടുന്നിടത്തൊന്ന് പോയതേനും പിന്നെ ഐഫക്കുട്ടിനെ കൊണ്ടാക്കി വന്നിട്ട് ബാക്കിയുള്ള അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പച്ചട്ടിക്ക് എണ്ണയാക്കി കൊടുക്കണ ഈ ഒരു സംഭവം ഒന്ന് ശരിക്കും കാണിച്ചു തരുമോ എന്ന് കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലുള്ള ഒരു ബ്ലൂ കളർ ഉള്ളതുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ചട്ടിക്ക് ഇങ്ങനെ ഓയിൽ ആക്കി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അതിമൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓയിലേക്ക് ആവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് അടച്ചു വെക്കാനൊരു ടോപ്പും കൂടെ ഉണ്ടായിന് കേട്ടോ. ആ ടോപ്പ് ഐഫക്കുട്ടി എവിടെയോ കൊണ്ടുപോയിട്ടാണ്, അപ്പോൾ അത് കാണുന്നില്ല. ആ അടപ്പ് ഉണ്ടായിരുന്നു സുഖേന് കേട്ടോ. അതിന്മേൽ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കണതിനൊക്കെ ഒരു ഉപകാരമാണ് ആ ഒരു അടപ്പ്. ഇപ്പം ഞാൻ ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതേന് കേട്ടോ. ഞാൻ ഇന്നലെ ചപ്പാത്തി പരത്തുന്ന ഒരു ഷീറ്റ് കാണിച്ചില്ലേ, ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റേറ്റൊക്കെ വളരെ കുറവാണ് ആ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ. നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാനും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി ഇന്നലെ നമ്മൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിനല്ലോ, ഉള്ളി സാമ്പാർ ഉണ്ടായിന്. അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അങ്ങോട്ട് നീട്ടിയിട്ടൊന്ന് ഇന്നത്തെ കറി അതാക്കി. പിന്നെ മുറ്റൊക്കെ രാവിലെ തന്നെ അടിച്ചു വരിക്കണം കേട്ടോ. ഐഫക്കുട്ടിനെ കൊണ്ടാക്കി പോന്നപ്പോൾ മുറ്റം അടിച്ചു വരിയിട്ടാണ് പോകുന്നത് മേലത്തത്. ഇനിയിപ്പോൾ ഇവിടെ താഴെ ഉള്ളൂ കേട്ടോ അടിച്ചു വരാൻ. അപ്പോൾ ഞാനിനി അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കണമല്ലോ. കൂട്ടാണ്ടാക്കാൻ ഇന്നലെ നമ്മൾ എടുത്ത് വെച്ച മീനുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇന്ന് കുറച്ച് പുളിയൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഒരു പുളിയിഞ്ചി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഞാൻ കത്തിച്ചുകൊണ്ട് ചോറ് വെക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണാം. എൻ്റെ കയ്യിൽ എഫ്റ്റ്യൂണിൻ്റെ ഒരു കോംബോ പാക്കറ്റ് ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായിട്ടോ. അപ്പോൾ എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാമല്ലോ. ഇതിൽ 3 സെറ്റാണ് കേട്ടോ വരുന്നത്. ഒന്ന് ഫേസ് വാഷ്, പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ഒരു വൈറ്റനിങ് ക്രീമും കൂടെ വരുന്നുണ്ട്. നമ്മൾ മുഖത്ത് സോപ്പ് അധികം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. കാരണം നമ്മുടെ സ്കിന്നിന് ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് സോപ്പ് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ പലർക്കും പലതരത്തിലുള്ള സ്കിന്നാണല്ലോ. ചിലർക്ക് ഓയിൽ സ്കിന്നാവും, ചിലർക്ക് ഡ്രൈ സ്കിന്നാവും, ചിലർക്ക് നോർമലാവും. ഇത് ഞാനൊരു മാസം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോട് പറയണത്. പിന്നെ എൻ്റെ സ്കിന്ന് നോർമലാണ് കേട്ടോ. ഞാൻ ഫേസ് അധികം കാണിക്കലില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ചിഞ്ചുമോളെ സ്കിന്ന് ഓയിൽ സ്കിന്നാണ് കേട്ടോ. ഈ 2 സ്കിന്നിനും ഈ ഒരു ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും അലർജിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് കൂടുതൽ മസാജ് ചെയ്യേണ്ട. കൂടുതൽ മസാജ് ചെയ്താൽ ചിലപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യുക. പിന്നെ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടവൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് പിന്നെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കയ്യിൽ കാണിക്കുന്നത് എനിക്ക് ഫേസ് കാണിക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഫേസ് കാണിക്കലില്ലല്ലോ. പിന്നെ ഇതിൽ പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റനിങ് ക്രീമാണ്.
ഇത് ഞാൻ പറഞ്ഞല്ലോ 1 മാസത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുള്ളത്. അപ്പോൾ ഇത് തീരാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വെളുത്തിട്ട് പാർന്ന ക്രീമല്ല കേട്ടോ. മുഖത്തെ കറുത്ത പാടുകൾ, അതേപോലെ മുഖക്കുരു വന്ന പാടുകൾ, അതൊക്കെ പോവാൻ സഹായിക്കും. പിന്നെ നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും ചെയ്യും. പിന്നെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയിൽ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നമുക്ക് കഴുകി കളയാം. പിന്നെ നമ്മളെ മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് സൺസ്ക്രീനാണ്. ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീനൊക്കെ പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാലോ. ഇത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും പ്ലസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ വീണ്ടും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക. ഇതും കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്തിട്ട് നമ്മളെ മുഖത്ത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു 7 ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ എഫ്റ്റ്യൂണിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. 3 നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി ഉണ്ടായിന് കേട്ടോ നമ്മളെ മരത്തുമ്മൽ. അതൊക്കെ അതിൻ്റെ ഇടയിൽ പോയി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പഴുത്തതും ഉണ്ട്, കുറച്ച് പച്ചയുണ്ട്. ഇത് നമ്മളെ പിന്നെ ബാബുവിൻ്റെ കൂട്ടുകാരൻ 10-ാം തീയതി പോകുന്നുണ്ട് കേട്ടോ ഗൾഫിക്ക്. അപ്പോൾ എനിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുർക്കിയിലിടാമെന്ന് വിചാരിച്ചു. എന്നോട് എപ്പോഴും ചോദിക്കും റസീന പിന്നെ കാന്താരി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് പറിച്ചിട്ട് നീ സുർക്കിയിലിട്ട് വെക്കുക, എന്നിട്ട് ഓനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ആങ്ങളുടെ പിന്നെ അടുത്തേക്കും ആൾ പോകുന്നുണ്ട്. അപ്പോൾ ഓനക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അത് നാൾ ഉമ്മ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിന് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ പറിച്ചിട്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായിനി കാന്താരി. അപ്പോൾ ഉമ്മ സുർക്കിയിലിട്ടിക്കണം ഓനക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പിന്നെ ബാബുവിൻ്റെ കൂട്ടുകാരന് കൊടുക്കുക. പിന്നെ ഇതില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പൂതിയേക്കാറില്ലേ ഇതിന്. ഇതിപ്പോൾ നമുക്ക് നമ്മളെ മുറ്റത്ത് ഉണ്ടായിട്ടാണ്. ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ഇഷ്ടേക്കാരം കാന്താരി ഇങ്ങനെ സുർക്കിയിലിട്ടതൊക്കെ കഞ്ഞിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനൊക്കെ. ഞാനിത് അധികം അങ്ങനെ എടുക്കൽ തന്നെ അല്ല കേട്ടോ. അപ്പോൾ ഒന്നാൾ കുറച്ച് പറിച്ചു, അത് അടുത്ത വീട്ടിൽ കൊടുത്തു. അതേപോലെ ഇതിൽ റോട്ടിൽ കൂടെ ഒരു താത്ത പോകുന്നുണ്ടായിന്. അപ്പോൾ ആ താത്ത ഇത് പറിക്കണ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഓ കാന്താരി മുളകില്ലേ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വേണോ ചോദിച്ചാണ്ട് അതൊക്കെ ആ താത്താക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ഇപ്പോൾ സുർക്കിയിലിടൽ തന്നെ അല്ല കേട്ടോ. കുറേ ആയിക്കണം ഇപ്പോൾ സുർക്കിയിലിട്ടിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കൊണ്ടുപോയി കഴിച്ചോട്ടെ. പിന്നെ അതേപോലെ ഞാൻ പിന്നെ റിച്ചുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത ഉണ്ടായിന് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ താത്ത ഹൈഫ കിച്ചൻ്റെ അടുത്ത് വന്നാണ്ട് ഹൈഫ കിച്ചണിൽ കാന്താരി മുളക് ഇങ്ങനെ കാണലുണ്ട്, പിന്നെ ഉണ്ടെങ്കിൽ എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല. അപ്പം ഇനി ഇൻഷാ അല്ലാ അങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഉണ്ടെങ്കിൽ ആ താത്താക്കും കുറച്ച് കൊടുക്കണം. പിന്നെ ഇതൊക്കെ സുർക്കിയിലിട്ടേക്കണ സമയത്ത് ഇതേപോലെ ഗ്ലാസിൻ്റെ പിന്നെ ബോട്ടിലാക്കുകയാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ വേഗം പൂപ്പൽ വരും. അപ്പോൾ ഞാൻ സുർക്കിയും വെള്ളവും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുത്തിനത്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് കഴുകി തുടച്ച് വെച്ചിട്ടാണ് കേട്ടോ അതിക്ക് ഇട്ട് കൊടുത്തത്, ഉണക്കിയിട്ടാണ് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഉണ്ടാകാൻ പറ്റില്ല, വെള്ളം ഉണ്ടായാലും അതിൻ്റെ മേലെ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. പിന്നെ സുർക്കൻ്റെ കൂടെ ഞാൻ ചേർത്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. എന്നാൽ അങ്ങനെ പെട്ടെന്ന് പൂപ്പലൊന്നും വരില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഉണങ്ങിയ മുളകുണ്ടല്ലോ, ചുമന്ന മുളക്, അത് പിന്നെ അടുപ്പിൻ്റെ കണ്ണിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ അധികം ഇങ്ങനെ കറിയൊക്കെ തൂമിച്ചെടുക്കുന്ന സമയത്ത് വറ്റൽ മുളകൊന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ ഈ മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. ഇത് ഫ്രൈ ആയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ. കഞ്ഞിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അതേപോലെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് 2 കാന്താരി മുളകൊക്കെ അതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതും അങ്ങനെ മുളകൊക്കെ കൂട്ടി കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നല്ല ടേസ്റ്റും ഇഷ്ടമൊക്കെ തന്നെയാവും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കുക. ബാവുനും പറ്റൂല, കുട്ടികൾക്കും പറ്റൂല. എനിക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുളക് കഞ്ഞിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ. പിന്നെ ഞാൻ മോരിൽ മുക്കി ഉണക്കണം എന്നൊക്കെ പറയും, ഇതുവരെ ഉണക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് ഇൻഷാ അല്ലാ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മുളകൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാമല്ലേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നമുക്ക് നോമ്പൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് മുളകൊക്കെ എടുത്തിട്ട് മോരിലൊക്കെ മുക്കിയിട്ട് ഉണക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് പുളി കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനിതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് ഇതൊരു ബൗളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് പുളിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. പുളിഞ്ചി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി. ഈ ഒരു പുളിഞ്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്കും എൻ്റെ റിച്ചുമോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ചിഞ്ചുമോക്കൊന്നും അങ്ങനെ ഇങ്ങനത്തതൊന്നും ചോറിലൊന്നും കൂട്ടിയിട്ട് കഴിക്കണതൊന്നും ഇഷ്ടമല്ല. എനിക്കും റിച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അവർക്ക് വെറുതെ ഇങ്ങനെ തോണ്ടി കഴിക്കണതൊക്കെ ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ ചോറിൻ്റെയും കഞ്ഞിൻ്റെ ഒന്നും കൂടെ കഴിക്കണത് ഇഷ്ടമല്ല. എനിക്ക് ചോറിലൊക്കെ കുഴച്ച് കഴിക്കണതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് തന്നെ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒക്കെ പഴുത്തതല്ല, ചിലതൊക്കെ ഇങ്ങനെ ചെനച്ചത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പുളി പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ് കേട്ടോ. ഭയങ്കര നുണച്ചിയാണ് ഞാൻ ഈ പുളിൻ്റെ. അതേപോലെ തന്നെ കാരല്ലേ എല്ലാവരും നമ്മളൊക്കെ ഇപ്പോൾ വീട്ടമ്മമാരായിക്കണമെങ്കിലും ആദ്യമൊക്കെ നമ്മളും ചെറിയ കുട്ടികളായി നിന്ന് ഇതേപോലെ തന്നെ അല്ലല്ലേ, പുളിയൊക്കെ കിട്ടിയാൽ വെറും ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കഴിക്കലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നേരം തന്നെ ഞാനും നമ്മളെ അനിയത്തിക്കുട്ടി മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഉമ്മിപ്പൊക്കെ അവിടെ പിന്നെ പശുക്കളൊക്കെ ഉണ്ടായിട്ട് അന്ന്. അപ്പോൾ ഒരു പിന്നെ പശുവിന് പുല്ലിനും വെള്ളത്തിനൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒറ്റ കൈകാരം. അപ്പോൾ ഞങ്ങളിങ്ങനെ പുളിയൊക്കെ എടുത്തിട്ട് അവിടെ പുളിമരം ഉണ്ടായിന് അന്ന്. എന്നിട്ട് പുളിയൊക്കെ എടുത്താണ്ട് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ കഴിക്കും. ഉമ്മ കണ്ടാൽ ചീത്തയൊക്കെ പറയട്ടോ, ഇല്ല ചോരി നീരൊക്കെ പുളിയൊക്കെ തിന്നാണ്ട് അങ്ങോട്ട് വറ്റിച്ചളി എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മയാണല്ലേ ഇപ്പം. അപ്പോൾ എന്തായാലും പുളിയിൽ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചട വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ മീൻ കറി. ചോറ് വെന്തിട്ട് ആ ഒരു അടുപ്പിൽ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് ഉലുവയും കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ മീൻ കറി ഇന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പം ഇന്നിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറികളൊക്കെ നാളേക്കാരം കൊണ്ടുവരിക. അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കറികൾ ഉണ്ടാക്കുന്നതൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഈ മീൻ കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉലുവയും കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിനി അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചതച്ച് ചേർത്താലും കുഴപ്പമില്ല, അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല, എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതേപോലെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതേ കറക്റ്റ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ കുറേ നേരം ആവുമല്ലോ തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് സവാളയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പം തക്കാളി അരിഞ്ഞു വെച്ചിനി അത് ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി അവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിനി ഇവിടെ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണ്ടതൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പില്ലേനി ഉപ്പ് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നല്ലോണം തിളച്ചിട്ട് മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി റെഡിയാവും. പിന്നെ കുക്കിംഗ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കിച്ചണത്തെ പണികളൊക്കെ തീരൂലേ. കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ തന്നെ ഒരുവിധം പണികളൊക്കെ തീരും. അപ്പോൾ ഏതായാലും നമ്മളെ മീൻകറി അവിടെ അടുപ്പത്തുണ്ട്. പിന്നെ ഞാനിതാ നമ്മളെ പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു, അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേനും. ഇഞ്ചി ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും. ഇഞ്ചിയിൽ ചെറിയൊരു കറ ഉണ്ടാവുമല്ലോ, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിനല്ലോ, അത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടേനി കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനും, ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സമയത്ത്. അപ്പോൾ ഇതാ കുറച്ചധികം വെള്ളമൊക്കെ ഉണ്ട്. നല്ല പുളിയാണ് കേട്ടോ ഇതിപ്പോൾ സാധാ പുളി ആയതുകൊണ്ട് നമ്മൾ ഉണക്കിയെടുത്തതൊന്നും അല്ലല്ലോ. അപ്പോൾ നല്ല പഴുപ്പും കാര്യങ്ങളും ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളിവെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ഞാൻ ഉരുക്കിയിട്ടല്ല ചേർക്കണത്, ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കല്ലുള്ളതാണെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കരുത്.
എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ശർക്കരയിൽ കല്ലില്ല കേട്ടോ. അത് ഞാനിപ്പോൾ 2 ദിവസം മുന്നേ കൂടെ കലത്തപ്പം ചുടാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുത്തിട്ടുണ്ടേനും. പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കല്ലില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഉറപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കരുത്. കാരണം കല്ല് കടിക്കും. പിന്നെ കുട്ടികളെ വയറ്റിലൊക്കെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരച്ച് ശർക്കരയും പിന്നെ ഒരു ശർക്കരൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇട്ട് കൊടുത്തു. അതവിടെ കടന്നിട്ട് ഇങ്ങനെ തിളച്ച് വറ്റി വരട്ടെ. പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി കൊടുത്തീനി. അപ്പോൾ ഇതാപ്പം മീൻ കറിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിഞ്ചി ഇതാ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ വെള്ളം വറ്റി വരാനൊക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പിന്നെ കായപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ ഈ ഒരു കനലുമ്മൽ കടന്നു കഴിഞ്ഞാൽ ഇത് നല്ലോണം വറ്റിക്കോളും. പിന്നെ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കുറുകി വരികയൊക്കെ ചെയ്യും. ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഈ കനലുമ്മ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറുകി വന്നോളും. ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടേനി. അതൊക്കെ അതിൻ്റെ അടിയിൽ കഴുകണമുണ്ട്. അതേപോലെ ഇടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണമുണ്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതൊന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവയും കടുകും പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതേപോലെ ഉണങ്ങിയ കാന്താരി മുളകും 2-3 ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചു. പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറിയും അതേപോലെ പുളിഞ്ചിയൊക്കെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ കറി മാത്രം മതി കേട്ടോ ചോറ് വയ്ക്കാൻ. ഇതിൽ തന്നെ എരിവും പുളിയും ഒക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു പുളിഞ്ചി നുണച്ചി ആയതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് പുളിഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒക്കെ കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ ലൈക്ക് ചെയ്യാൻ പറയാത്തതുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോക്കൊക്കെ ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റും കൂടുതലുണ്ടെങ്കിലുള്ളൂ യൂട്യൂബ് നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം.